ഇനി പഠിച്ചാലും SSLC എക്സാമിന് ഫുൾ A+ മേടിക്കാൻ പറ്റും. ഇതാണ് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും ഉള്ള ഡൗട്ട്. അപ്പോൾ ഇനി പഠിച്ചാലും SSLC എക്സാമിനാണെന്നുണ്ടെങ്കിൽ ഫുൾ A+ മേടിക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ മറുപടി. ഓക്കെ, അപ്പം നമുക്കിനി എങ്ങനെ 30 ഡേയ്സിനകത്ത് ഫുൾ A+ മേടിക്കാം എന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ഫസ്റ്റത്തെ വീഡിയോ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള നോട്ട്സ്, അതുപോലെ തന്നെ എക്സാം കണ്ടന്റ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള വീഡിയോസ്, ഇപ്പം ചാപ്റ്റേഴ്സ് വൈസ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനൊക്കെ വേണ്ടി എന്ത് ചെയ്യുക, നിങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുതരാൻ പോകുന്ന ഒരു ചലഞ്ചാണ് 30 ഡേ ചലഞ്ച്. അപ്പോൾ 30 ഡേ ചലഞ്ചിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് 30 ഡേയ്സിനുള്ളിലാണെന്നുണ്ടെങ്കിൽ SSLCക്ക് വേണ്ടിയുള്ള ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, എല്ലാ സബ്ജക്റ്റിനകത്തുള്ള എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ എന്ത് ചെയ്യണം, കവർ ചെയ്യാൻ പോവുകയാണ്. അപ്പം അതെങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. സോ അത് മാത്രമല്ല, നമ്മുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, ബയോളജി, മാത്സ്, അപ്പോൾ ഇത്രയും സബ്ജക്റ്റിന് ഫുൾ ചാപ്റ്റേഴ്സിൻ്റെയും വീഡിയോസ് വരുന്നുണ്ട്. എല്ലാ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ കവേർഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പം അത് വാച്ച് ചെയ്യുക. അത് വാച്ച് ചെയ്ത് തന്നെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഫുൾ A+ ഉറപ്പാണ്. അപ്പം നിങ്ങളത് മസ്റ്റായിട്ട് കാണണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളും ഏത് രീതി മെത്തേഡ്സ് ആയിരിക്കും നല്ലപോലെ പഠിക്കാൻ ഏറ്റവും നല്ലത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, വീഡിയോസൊക്കെ വരുന്നുണ്ട്. അപ്പം 30 ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ഈ ചാപ്റ്റേഴ്സ് എല്ലാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ A+ മേടിക്കാനും പറ്റുന്നതായിരിക്കും. അപ്പം നമുക്ക് വീഡിയോയുടെ ഫുൾ ഭാഗത്തിലേക്ക് തന്നെ പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. സബ്ജക്റ്റ് നമുക്കറിയാം, സബ്ജക്റ്റും ചാപ്റ്റേഴ്സും ഏതൊക്കെ സബ്ജക്റ്റിനകത്ത് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് വരുന്നതെന്നൊക്കെ നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ഫിസിക്സിനകത്ത് നമുക്ക് 7 ചാപ്റ്റേഴ്സ്, അതുപോലെ തന്നെ കെമിസ്ട്രിനകത്ത് 7 ചാപ്റ്റേഴ്സ്, ബയോളജിനകത്ത് 8 ചാപ്റ്റേഴ്സ്, മാത്സിനകത്ത് ആണെന്നുണ്ടെങ്കിൽ 11 ചാപ്റ്റർ, സോഷ്യൽ സയൻസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് എത്ര ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, 15 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടോട്ടലായിട്ട് ഇവിടെ എടുത്തു കഴിയുമ്പോൾ 49 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ ചാപ്റ്റേഴ്സ്, ഈ ഫിസിക്സിനകത്ത് വരുന്ന ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണെന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കുക. ഇപ്പം ഇന്ന് തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഒരു A4 സൈസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു ബുക്കോ എടുത്തിട്ട്, നിങ്ങളുടെ റഫ് ബുക്കായാലും മതി, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും പണ്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ബുക്സ്, നല്ല പേജസ് ഒക്കെ ഉള്ള ബുക്കാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. മോസ്റ്റ്ലി ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് A4 സൈസ് പേപ്പറിനകത്ത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഭിത്തിയിലോ ജസ്റ്റ് ഒട്ടിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് തന്നെ A4 സൈസ് പേപ്പർ എടുക്കുക, ഫിസിക്സ് എന്ന് ഹെഡിങ് കൊടുക്കുക, 7 ചാപ്റ്റേഴ്സ് ഉണ്ടെന്ന് ഹെഡിങ് കൊടുക്കുക. അതിനുശേഷം ആ ഫിസിക്സിനകത്ത് വരുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ കെമിസ്ട്രി ചെയ്യണം, ബയോളജി ചെയ്യണം, മാത്സ് ചെയ്യണം, സോഷ്യൽ സയൻസ് ചെയ്യണം, ഇംഗ്ലീഷ് ചെയ്യണം, അതുപോലെ തന്നെ ചെയ്യണം ഹിന്ദി ചെയ്യണം, അതുപോലെ തന്നെ മലയാളം ചെയ്യണം. അപ്പോൾ ഈ രീതിയിലെല്ലാം കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഇന്ന് തന്നെ ചെയ്യുക. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെറ്റാക്കി വെക്കാം. ഓക്കെ, ഇത്ര കാര്യം നിങ്ങൾ സെറ്റാക്കി വെച്ചല്ലോ. ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏതൊക്കെ സബ്ജക്റ്റിന് ഏതൊക്കെ മാർക്കാണ് വരുന്നത്. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ 80 മാർക്കായിരിക്കും, മാത്സ് ആണെന്നുണ്ടെങ്കിൽ 80 മാർക്കായിരിക്കും. അപ്പം ടോട്ടൽ നമുക്ക് അറിയാവുന്ന ആ മാർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ ലിസ്റ്റിനകത്ത് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയ ലിസ്റ്റ് ഉണ്ടായിരുന്നില്ലേ ചാപ്റ്റേഴ്സ് വൈസ് ആയിട്ടുള്ള, ആ ലിസ്റ്റിനകത്ത് തന്നെ നിങ്ങൾ ആഡ് ചെയ്യുക. ഇന്ന സബ്ജക്റ്റിന് ഇത്ര മാർക്ക് വരും, ഇന്ന സബ്ജക്റ്റിന് ഇത്ര മാർക്ക് വരും എന്നുള്ള രീതിയിൽ നമ്മളത് എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 80 മാർക്കിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 72 മാർക്ക് വേണം A+ കിട്ടണമെന്നുണ്ടെങ്കിൽ. അതുപോലെ തന്നെ 40 മാർക്കിനാണെന്നുണ്ടെങ്കിൽ എത്ര മാർക്ക് വേണം, 80 മാർക്കിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണം, 72 മാർക്ക് വേണം. 72 മാർക്കെങ്കിലും വേണം എന്ത് കിട്ടാൻ, A+ കിട്ടാൻ. അതുപോലെ തന്നെ 36 മാർക്ക് വേണം 40 മാർക്കാണെന്നുണ്ടെങ്കിൽ A+ കിട്ടാൻ. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ അറിഞ്ഞു വെക്കുക. ദെൻ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ആദ്യം തന്നെ സെറ്റാക്കി എഴുതി വെച്ചു. ദെൻ ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണെന്നുള്ളതാണ് നിങ്ങൾ അറിയേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഇപ്പോൾ ഏത് സിറ്റുവേഷനാണ്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ പലരും നല്ലപോലെ പഠിച്ചിട്ടുള്ളവരുണ്ടായിരിക്കും, ചിലപ്പം ഇതുവരെ തുടങ്ങാത്തവരുണ്ടായിരിക്കും. അപ്പോൾ ഇനി പഠിച്ചാലും നിങ്ങൾക്ക് കിട്ടുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടല്ലേ. അപ്പം കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പം നിങ്ങൾ ഈ പറയുന്ന പ്ലാൻസ് എല്ലാം നിങ്ങൾ, അതുപോലെ തന്നെ ഞാൻ ഇന്ന് പറയുന്ന വീഡിയോസിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ സെറ്റാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം അത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. നിങ്ങളത് എന്ത് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്യുക. ഞങ്ങൾ വരുന്ന രീതിയിലുള്ള ക്ലാസ്സസ് കാണുക, ആ ക്ലാസ്സസ് ഒക്കെ ഫോളോ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഫുൾ A+ കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് നിങ്ങളിപ്പോൾ ഈ സിറ്റുവേഷനാണ്. നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ചില ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കില്ല, ചിലപ്പോൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, അത് പാടായിരുന്നു നിങ്ങൾക്ക് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് നോട്ട് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്യുക, എന്താണ്, എനിക്ക് ഉറപ്പായിട്ടും ഫുൾ A+ കിട്ടും, എല്ലാ സബ്ജക്റ്റും ഞാൻ ആണെന്നുണ്ടെങ്കിൽ പഠിച്ച് ഫുൾ A+ മേടിക്കും എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് തന്നെ എന്ത് ചെയ്യുക, പ്രതിജ്ഞ എടുക്കുക കേട്ടോ. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക, ക്രിയേറ്റ് എന്ത് ചെയ്യേണ്ടത്, ഒരു സ്ട്രക്ചർ ടൈം ടേബിൾ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, ഞങ്ങൾ ടൈം ടേബിളൊക്കെ സെറ്റാക്കി തരുന്നുള്ളത്. അപ്പം നമ്മൾ 30 ഡേ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാലോ. 30 ഡേ ചലഞ്ച് ഫസ്റ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് January 30 ജനുവരി 30 സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ
അവസാനിക്കുന്നത് എന്നായിരിക്കും ഫെബ്രുവരി 28-ാം തീയതി. അപ്പോൾ ഇത്രയും രീതിക്കുള്ളിൽ അല്ലെങ്കിൽ ഇത്രയും രീതിക്കുള്ളിലാണ് നമ്മുടെ 30 ഡേ ചലഞ്ച് വരുന്നത്. അപ്പോൾ ഈ 30 ഡേ ചലഞ്ചിനകത്ത് വരുന്ന നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ 30 ഡേയിനകത്ത് ഒരു ടൈം ടേബിൾ പ്രോപ്പറായിട്ട് ഉണ്ടാക്കുക. അപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രോപ്പറായിട്ട് ടൈം ടേബിൾ തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒത്തിരി ടൈമൊന്നും ഇനി പഠിക്കാൻ ഇല്ല, ഈ 30 ഡേ മാത്രമാണുള്ളൂ. ആ 30 ഡേയിനകത്തുള്ളിൽ തന്നെ എന്ത് വരുന്നുണ്ട്, നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ മോഡൽ എക്സാം ഒക്കെ ഫെബ്രുവരിനകത്ത് നടക്കുക. അപ്പം ഇതെല്ലാം കൂടിയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, ഇതെല്ലാം കൂടിയാണ് മാനേജ് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ടൈം ടേബിൾ ഈസ് മസ്റ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇപ്പം നിങ്ങൾ 2 hour പഠിക്കുന്നതെന്ന് കരുതിക്കോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, അതിനകത്തൊരു ബ്രേക്ക് എടുക്കണം. അപ്പോൾ ബ്രേക്ക് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 hour പഠിക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, 50 minute പഠിക്കുക, ഇൻ്റർവെൽ എടുക്കുക. അപ്പോൾ 1 hour നിങ്ങൾ നല്ലപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 50 minute എന്ത് ചെയ്യുക, ബ്രേക്ക് എടുക്കണം, അതിനുശേഷം വീണ്ടും 1 മണിക്കൂർ പഠിക്കുക. ആ ടൈപ്പ് രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റാക്കി വെക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ദെൻ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ അടുത്ത ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ചെയ്യേണ്ടത് സ്റ്റഡി നല്ല രീതിയിലായിട്ട് നമ്മൾ നല്ലപോലെ പഠിക്കാൻ നോക്കുക, എഫിഷ്യൻ്റ്ലി ആയിട്ട് നല്ലപോലെ രീതിയിൽ നമ്മൾ പഠിക്കാൻ നോക്കുക. ദെൻ അതിന് മോസ്റ്റ്ലി ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കാണ്. ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് വരുന്ന നമുക്കറിയാം, ഈ SCERT-നകത്ത് വരുന്നത്, നമുക്ക് SCERT എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക്. ഈ ടെക്സ്റ്റ് ബുക്കിനകത്താണെന്നുണ്ടെങ്കിൽ ലെറ്റസ്റ്റ് അസസ് ഒക്കെ പോലെ കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ പഠിക്കുക. അതിനകത്ത് ക്വസ്റ്റ്യൻസ് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങൾ ചെയ്ത് നോക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിക്കോളും, അതിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആണെന്നുണ്ടെങ്കിൽ ലെറ്റസ്റ്റ് അസസിനും അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മളുടെ ആണെന്നുണ്ടെങ്കിൽ ചാപ്റ്റേഴ്സിനകത്ത് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം ആ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. കാരണം അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പം ഇത്തരം കാര്യം നോക്കാൻ ശേഷം എന്താ, പ്രീവിയസ് ഇയർ നോക്കുക. അതുപോലെ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തരുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് ഒക്കെ തരുന്നുണ്ട് ചാപ്റ്റർ ബേസ് ആയിട്ട്. ഇപ്പം തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലല്ല, വാട്സപ്പ് ചാനലോട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കുക. അത് കഴിഞ്ഞിട്ട് അതൊക്കെ നിങ്ങൾ ജസ്റ്റ് വർക്കൗട്ട് ചെയ്യുക. അത് അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ ഇതിന് കംപ്ലീറ്റ് ആയി. ദെൻ അതിനുശേഷമാണ് നമ്മൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലേക്ക് നോക്കേണ്ടത്. ഇപ്പം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്കറിയാം ഇന്ന ചാപ്റ്റേഴ്സിൽ നിന്ന് ഇന്ന ടോപ്പിക്സ് വരുന്നുണ്ട്. ഇപ്പം നമുക്കറിയാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഫിസിക്സ് എന്നുള്ള ഹെഡിങ് കൊടുക്കുന്നുണ്ട്. ഫിസിക്സ് ആണ് നിങ്ങൾക്ക് ഫസ്റ്റ് അപ്പോൾ ആദ്യം കൊടുക്കുന്ന സബ്ജക്റ്റ് എന്ന് കരുതിക്കുക. അപ്പോൾ ഫിസിക്സിനകത്ത് ഫസ്റ്റത്തെ ചാപ്റ്റർ എടുത്തു, എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അറിയാലോ. അപ്പം അതിനകത്ത് നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ജൂൾസ് ലോ വരുന്നുണ്ട്. അതിപ്പം അതിൻ്റെ ഇക്വേഷൻസ് ഉണ്ടല്ലോ, H=I²RT എന്നൊക്കെ പറയുന്നത്. ആ ടൈപ്പ് രീതിയിലുള്ള ഇക്വേഷൻസ്, അങ്ങനെയുള്ള ഇക്വേഷൻസ് ഫുൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെറ്റാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താവും, ഏകദേശം ചാപ്റ്ററിനെ കുറിച്ച് ഐഡിയ ഉണ്ട്. അപ്പം നിങ്ങൾ ജൂൾസ് ലോ ഒന്നും അതിനകത്ത് ഫുൾ സ്റ്റേറ്റ് ചെയ്ത് എഴുതി വെക്കേണ്ട ആവശ്യമില്ല. ആ ജൂൾസ് ലോ എന്നുള്ള ഹെഡിങ് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണെന്നുണ്ടെങ്കിൽ അത് മാത്രം. ആ ടൈപ്പിൽ ഇമ്പോർട്ടൻറ്റ് വരുന്ന കാര്യങ്ങളെല്ലാം ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ ഇപ്പം മാത്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ മാത്സിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടൈപ്പ് ടോപ്പിക്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഇപ്പം മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും, അതൊക്കെ നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇക്വേഷൻസ്, പല ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഇക്വേഷൻസ് എല്ലാം നോട്ട് ചെയ്യുക. അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ തന്നെ, അതുപോലെ തന്നെ കെമിസ്ട്രിനകത്താണെന്നുണ്ടെങ്കിലും ഒത്തിരി റിയാക്ഷൻസ് ഒക്കെ പഠിക്കാനുണ്ടല്ലോ നിങ്ങൾക്ക്, എസ്പെഷ്യലി ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിക്കാനുള്ളതാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത്, ബയോളജിനകത്താണെന്നുണ്ടെങ്കിൽ ചില പേരുകളൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഒരു A4 size പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഇന്ന് തന്നെ പല ചാപ്റ്റേഴ്സിനും നോക്കി വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതെല്ലാം നോട്ട് ചെയ്ത് നമ്മൾ A4 size പേപ്പറിലേക്ക് എഴുതി നോക്കുക. അപ്പോൾ ഇന്ന് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് വെക്കുക. ദെൻ അതിനുശേഷമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ശരിക്കും നല്ല രീതിയിൽ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് മൂവ് ചെയ്യേണ്ടത്. അതിനുശേഷം റിവിഷൻ ചെയ്യുക. സൺഡേ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് വീക്ക്ലി ആയിട്ട് റിവിഷൻ ചെയ്യാം. അതുപോലെ തന്നെ വൈകുന്നേരം തന്നെ നമുക്ക് ഇന്നെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് വൈകുന്നേരം എന്ത് ചെയ്യുക, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ റിവിഷൻ ചെയ്യാം. അപ്പോൾ ആ രീതിയിലൊക്കെ നമുക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതിന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ കാര്യം തന്നെയാണ്, നിങ്ങളിവിടെ എന്ത് ചെയ്യുക, ഫോർമുല ഷീറ്റൊക്കെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതുപോലെ തന്നെ സോഷ്യൽ സയൻസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സയൻസിനകത്താണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. അപ്പം ഈ ഡെഫിനിഷൻസ് ഒക്കെ അതിനകത്ത് മോസ്റ്റ്ലി ചോദിക്കാനുള്ളതാണ്. ഇപ്പം നിങ്ങൾ സോഷ്യൽ സയൻസ് ഒക്കെ എഴുതുമ്പോൾ പോയിന്റ് ആയിട്ട് എഴുതുക. നിങ്ങളിപ്പോൾ എങ്ങനെ SSLC എക്സാം എഴുതണം എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം അതിലൊരു വീഡിയോ ഞാൻ വേറൊരു ദിവസം ഇന്നത്തെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങളതൊക്കെ നോക്കുക. നിങ്ങളതെല്ലാം നോക്കി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഫുൾ A+ തന്നെ മൂവ് ഓൺ ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഫുൾ A+ മേടിക്കണം. ഫുൾ A+ൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും തന്നെ അറിയാമെന്ന് തോന്നുന്നു. ഫുൾ A+ മേടിച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു +1 +2 നിങ്ങളുടെ ഡ്രീം ആയിട്ടുള്ളത്, ഇപ്പം സയൻസ് എടുത്തിട്ട് ഡോക്ടർ ആവണമെന്നോ അല്ലെങ്കിൽ എഞ്ചിനീയർ ഒക്കെ ആവണമെന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടണം, ബയോളജി
ഇടണം അല്ലെ, ബയോളജി അല്ലെങ്കിൽ ബയോമാക്സ് ഒക്കെ പഠിക്കാൻ പറ്റണം അല്ലേ. ഈ ബയോമാക്സ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറ്റുള്ളൂ, അടുത്ത കൊമേഴ്സോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ എടുക്കാൻ പറ്റുള്ളൂ. ഈ ഹ്യൂമാനിറ്റീസോ അതൊരു കൊമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ ഒന്നും പറ്റില്ല അപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡ്രീം ഏതാണെന്ന് വെച്ചിട്ട് നിങ്ങൾ പഠിക്കാൻ നോക്കുക. മോസ്റ്റ്ലി ഫുൾ A+ മേടിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എന്ത് കിട്ടും, നിങ്ങൾക്ക് തന്നെ ഒരു മോട്ടിവേഷൻ. അത് നിങ്ങൾക്ക് ഇനി ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനിത് അച്ചീവ് ചെയ്തല്ലോ ഉള്ളൊരു ഇതായിരിക്കും വരുന്നത്. അതിനുശേഷം നിങ്ങൾ +1 കയറുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു മോട്ടിവേഷനാണ്. ഞാൻ 10th മേടിച്ചില്ല, പിന്നെ എനിക്ക് +1 +2 മേടിക്കാൻ പറ്റില്ല എന്നുള്ളൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് അവിടെ നിന്ന് വെച്ച് കിട്ടും. സോ ഫുൾ A+ മേടിക്കാൻ നോക്കുക കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യാം, ടൈം മാനേജ്മെന്റ്. അപ്പം ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി എക്സാമിൻ്റെ ടൈമിനകത്താണ്. ഇപ്പം ഡ്യൂറിങ് എക്സാംസ് ഇപ്പം നമ്മൾ എന്ത് ചെയ്യാം, അതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ റൈറ്റിംഗ് ഇപ്പോഴേ തന്നെ പ്രാക്ടീസ് ചെയ്യാം. ഇപ്പം എസ്പെഷ്യലി ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ സയൻസ് ഒക്കെ എടുത്ത് കഴിയുമ്പോൾ സോഷ്യൽ സയൻസിനകത്തൊക്കെ വരുന്ന ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി പോയിന്റ് ആയിട്ട് എഴുതിയാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടിക്കോളും. അപ്പം പക്ഷെ ചിലരാണെന്നുണ്ടെങ്കിൽ എസ്സേ പോലെ ഭയങ്കര വലിയ ടോപ്പിക്കായിട്ടൊക്കെ നീണ്ടു വലിച്ചു ചെയ്യും. പക്ഷെ പോയിന്റ് ആയിട്ട് നമ്മൾ എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. അതിനുശേഷം നിങ്ങൾ വരണ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. നല്ലപോലെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുക. അതുപോലെ നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഒരു 7 മണിക്കൂറെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യാം, ഉറങ്ങണം കേട്ടോ. 6 to 7. ഞാൻ മോസ്റ്റ്ലി ഒരു 6 പറഞ്ഞിട്ടുണ്ട്. 6 നിങ്ങൾ ശരിക്കും ഉറങ്ങുന്ന ടൈം എന്ന് പറഞ്ഞാൽ 7 ആണ്. അപ്പം 7 മണിക്കൂർ നിങ്ങൾ ഉറങ്ങിയിരിക്കണം. 7 to 6 അപ്പം നിങ്ങൾക്ക് 6 മണിക്കൂർ ഉറങ്ങിയാലും കുഴപ്പമില്ല, 7 മണിക്കൂർ ഉറങ്ങിയാലും കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇതിനിടയ്ക്കായിട്ടുള്ള 6.5 മണിക്കൂറാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഉറങ്ങിയാൽ മതി. അപ്പോൾ ഇതിൽ കൂടി പോകാനും പാടില്ല. അപ്പോൾ ഇത്തരം മണിക്കൂർ മാത്രം ഉറങ്ങാനും പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈറ്റിംഗ് ഹെൽത്തി ഫുഡ്സ്, അതുപോലെ തന്നെ നമുക്കാണെന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങളൊക്കെ മോസ്റ്റ്ലി എന്ത് ചെയ്യാം, കഴിക്കാൻ ശ്രമിക്കുക. പുറത്തുനിന്നുള്ള ഫുഡ്സൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഫുഡ് പോയിസൺ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് പഠിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതിൻ്റെ ആവശ്യത്തിലായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. ദെൻ എക്സസൈസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ മോട്ടിവേഷൻ ഫോക്കസോടെ ഇരുന്ന് പഠിക്കാനൊക്കെ പറ്റും. അപ്പം എക്സസൈസ് ചെയ്യുക, ചെറുതായിട്ടുള്ള എക്സസൈസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് വാക്കിങ്ങിനൊക്കെ രാവിലെ പോകുന്നത് അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ പോകുന്നതൊക്കെ നല്ലതാണ്. സോ ഇത്ര കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ദെൻ അതിനുശേഷം പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോട്ടിവേഷനാണ്. നിങ്ങൾ നല്ല പോസിറ്റീവായിട്ടിരിക്കുക. കാരണം നിങ്ങൾക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാൻ പഠിച്ച് ഉറപ്പായിട്ടും നേടും എന്നുള്ള ചിന്ത ആദ്യം തന്നെ മനസ്സിലുണ്ടാവണം. അപ്പം ഈ രീതിയിൽ നിങ്ങൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നമുക്ക് നിങ്ങളുടെ മെയിനായിട്ടുള്ള എന്തിലേക്ക് എത്താൻ പറ്റും, ഫുൾ A+ എത്താൻ പറ്റും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട കാര്യം ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചാനൽ ഉപകാരപ്പെട്ടു എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വാട്സപ്പ് ചാനലിൽ ലിങ്ക് ഞാൻ എന്ത് കൊടുത്തിട്ടുണ്ട്, കമൻറ്റ് ബോക്സിനകത്തും ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്ത് ചെയ്യുക, നിങ്ങൾ അതിനകത്ത് കയറി നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് നല്ലപോലെ ഒരു യൂസ്ഫുൾ ആയിരിക്കും. ഞാനത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ തരുന്നതായിരിക്കും. അതുപോലെ തന്നെ യൂട്യൂബും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ നൽകുന്നതായിരിക്കും. സോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.